വിശദമായ വാർത്തകളിലേക്ക്. സംസ്ഥാന സ്കൂൾ കലോത്സവം ജനുവരി 4 മുതൽ 8 വരെ കൊല്ലത്ത് നടക്കും. സ്വർണ്ണക്കപ്പം വഹിച്ച് കോഴിക്കോട് നിന്നും ആരംഭിച്ച ഘോഷയാത്രയ്ക്ക് ബുധനാഴ്ച രാവിലെ കോട്ടയത്ത് ഉജ്ജ്വല വരവേൽപ്പ് നൽകി. കഴിഞ്ഞ വർഷം കിരീടം നേടിയ കോഴിക്കോട് നിന്നും കലോത്സവ വേദിയായ കൊല്ലത്തേക്കായിരുന്നു സ്വർണ്ണക്കപ്പുമായി ഘോഷയാത്ര. 117.5 പവൻ തൂക്കമുള്ള സ്വർണ്ണക്കപ്പുമായി വന്ന ഘോഷയാത്രയ്ക്ക് കോട്ടയത്ത് ഉജ്ജ്വല സ്വീകരണമാണ് നൽകിയത്. ബുധനാഴ്ച രാവിലെ 8:45 കോട്ടയം ബേക്കർ മെമ്മോറിയൽ ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിലായിരുന്നു സ്വീകരണ സമ്മേളനം. ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ വി ബിന്ദു, നഗരസഭാ അധ്യക്ഷ ബിൻസി സെബാസ്റ്റ്യൻ തുടങ്ങിയവർ സ്വർണ്ണക്കപ്പിനെ വരവേറ്റു. സമ്മേളന നഗരിയിലേക്ക് എത്തുന്നത് നാളെ ഇത് കൊല്ലത്ത് എത്തുമ്പോൾ തീർച്ചയായിട്ടും പങ്കെടുക്കുന്ന മുഴുവൻ ആളുകൾക്കും വിജയിക്കാൻ വേണ്ടി കഴിയത്തില്ല, അത് സ്വാഭാവികമായിട്ടുള്ള കാര്യമാണ്. പക്ഷെ എങ്കിലും ഈ ഒരു ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് എത്തണം എന്ന് തന്നെയാണ് നമ്മൾ എല്ലാവരും ആഗ്രഹിക്കുന്നത്. തീർച്ചയായിട്ടും കോട്ടയം ജില്ലയില് ഇതിനു വേണ്ടി കുറെ ദിവസങ്ങളായി നമ്മുടെ അധ്യാപകരെല്ലാം അതിന്റെ ഈ മത്സരാർത്ഥികളെ പരിശീലിപ്പിക്കുന്നതിന് വേണ്ടി അധ്യാപകരും രക്ഷിതാക്കളും എല്ലാവരും, മാനേജ്മെന്റ് സ്കൂളുകളാണെങ്കിൽ മാനേജ്മെന്റ് ഉൾപ്പെടെ അത്തരം പ്രവർത്തനങ്ങളിലാണ് എല്ലാവരും. നമുക്ക് ഈ ട്രോഫി കോട്ടയം ജില്ലയിലേക്ക് എത്തട്ടെ എന്നാണ് എനിക്ക് ആശംസിക്കാനുള്ളത്. വ്യാഴാഴ്ച രാവിലെ 10 മുഖ്യമന്ത്രി പിണറായി വിജയൻ കലോത്സവം ഉദ്ഘാടനം ചെയ്യും. പ്രധാന വേദിയായ കൊല്ലം ആശ്രമം മൈതാനം ഉൾപ്പെടെ 24 കേന്ദ്രങ്ങളിലായാണ് മത്സരങ്ങൾ. കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണ നടപടികൾ വൈകുന്നതിൽ വീണ്ടും ജനരോഷം ശക്തമാകുന്നു. ജനുവരി 27, 28 തീയതികളിൽ രാപ്പകൽ സമരം നടത്തുമെന്ന് പാലം സമ്പാദക സമിതി കൺവീനർ ഹരികൃഷ്ണൻ കാവാലം KCV ന്യൂസ് പ്രതിനിധിയോട് പറഞ്ഞു. തുക അനുവദിച്ച് 7.5 വർഷം പിന്നിട്ടിട്ടും പാലം നിർമ്മാണം ആരംഭിക്കാൻ കഴിയാത്തതിനെതിരെയാണ് പ്രതിഷേധം വ്യാപകമാകുന്നത്. കാവാലം തട്ടാശ്ശേരി പാലത്തിന്റെ നിർമ്മാണം ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധിച്ച് പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ ഈ വരുന്ന 27, 28 തീയതികളിൽ രാപ്പകൽ സമരം സംഘടിപ്പിക്കുകയാണ്. നാട്ടുകാരെല്ലാം കൂടെ ചേർന്നുള്ള ഒരു പ്രതിഷേധം എന്ന നിലയിലാണ്. 2016 ഈ പാലത്തിനായിട്ട് ഭരണാനുമതിയായതും 30 കോടി രൂപ അനുവദിച്ചതും ദേശീയ ജലപാതയായതിനാൽ ഉയരം കൂട്ടി നിർമ്മിക്കേണ്ടി വന്നതോടെ പിന്നീട് എസ്റ്റിമേറ്റ് തുക 46 കോടിയായിട്ട് വർദ്ധിപ്പിച്ചു. പിന്നെയും പണികൾ നീണ്ടുപോയി. അതുപോലെ തന്നെ ഭൂവുടമകളും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ ചെറിയ നെഗോസിയേഷനൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടുണ്ടായ താമസമുണ്ടായി. എന്നാൽ അതിനുശേഷം കഴിഞ്ഞ ജനുവരി എല്ലാ ഭൂവുടമകളും സമ്മതപത്രം കൊടുത്തിട്ട് ഇപ്പോൾ 1 വർഷമായിട്ടും അതിൻ്റെ നിർമ്മാണ നടപടികൾ ഒന്നും ആയിട്ടില്ല. നമ്മുടെ ജനകീയ പ്രക്ഷോഭങ്ങൾ ഉണ്ടാകുന്ന വേളയിലെല്ലാം ഉദ്യോഗസ്ഥർ ഉടനെ ടെൻഡർ ചെയ്യും എന്നുള്ള പ്രചരണം നടത്തുന്നതല്ലാതെ യാതൊരു ഫലവുമില്ല. പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ തന്നെ കഴിഞ്ഞ 4 വർഷമായി പ്രത്യക്ഷത്തിൽ ഒരു സമരവും സംഘടിപ്പിച്ചിട്ടില്ല. പക്ഷേ നമ്മളിപ്പോൾ ലോക്സഭാ തെരഞ്ഞെടുപ്പിൻ്റെ വിജ്ഞാപനം അടക്കം അടുത്ത മാസം മധ്യത്തോടെ വരുമെന്ന് ഉറപ്പായ സാഹചര്യത്തിൽ വീണ്ടും ഈ പാലം പണി നീണ്ടുപോകുമെന്ന് ഉറപ്പായ ഘട്ടത്തിലാണ് നമ്മൾ ഇത്തരം ഒരു ജനകീയ പ്രക്ഷോഭത്തിന് നേതൃത്വം നൽകുവാനും ജനങ്ങളെ അണിനിരത്തി പ്രതിഷേധം അറിയിക്കുവാനും അധികാരികളുടെ ഇടപെടൽ ഈ വിഷയത്തിൽ ഉണ്ടാക്കുവാനും ഒരു ശ്രമം നടത്തുന്നത്. കഴിഞ്ഞ മെയ് മാസത്തിൽ പാലത്തിനായി ടെൻഡർ ചെയ്യുമെന്ന വാഗ്ദാനവും പാലിക്കപ്പെട്ടില്ല. ഏതാനും ഭൂ ഉടമകൾക്ക് നഷ്ടപരിഹാര തുക ഇനി നൽകാനുമുണ്ട്. പൂർണ്ണമായും ഭൂമി ഏറ്റെടുക്കൽ നടപടികൾ പൂർത്തിയായ ശേഷമേ നിർമ്മാണം ആരംഭിക്കാനാകൂവെന്ന നിലപാടിലാണ് പൊതുമരാമത്ത് വകുപ്പ്. പാലം നിർമ്മാണത്തിനായുള്ള നടപടികൾ ഇഴഞ്ഞു നീങ്ങുന്നതിനെതിരെ കാവാലം പാലം സമ്പാദക സമിതിയുടെ നേതൃത്വത്തിൽ പദ്ധതി പ്രദേശത്ത് ജനുവരി 27, 28 തീയതികളിൽ 18 മണിക്കൂർ രാപ്പകൽ സമരം സംഘടിപ്പിക്കുന്നുണ്ട്. ചങ്ങനാശ്ശേരി ചീരഞ്ചിറ സഹകരണ ബാങ്കിന്റെ ആഭിമുഖ്യത്തിൽ നടപ്പിലാക്കുന്ന ക്ലീൻ ഗ്രീൻ കുരിശുമൂട് പദ്ധതി ശ്രദ്ധേയമാകുന്നു. പദ്ധതിയുടെ ഭാഗമായുള്ള വഴിയോര പൂന്തോട്ടങ്ങൾ കഴിഞ്ഞ ദിവസം ഉദ്ഘാടനം ചെയ്തു. കുരിശുമൂട് ഫിഷ് മാർക്കറ്റ് ജംഗ്ഷൻ, വലിയകുളം, ചെത്തിപ്പുഴ, മുന്തിരിക്കവല എന്നിവിടങ്ങളിലെല്ലാം വഴിയോര പൂന്തോട്ടങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. കഴിഞ്ഞ ദിവസം നടത്തിയ പരിപാടിയിൽ ഗവൺമെന്റ് ചീഫ് വിപ്പ് ഡോക്ടർ N. ജയരാജ് പൂന്തോട്ടങ്ങൾ നാടിന് സമർപ്പിച്ചു. മാലിന്യമുക്ത വിനോദമാക്കാനുള്ള പ്രവർത്തനങ്ങളുടെ ഭാഗമായി നമ്മളെ ഈ പ്രദേശത്ത് ഏറ്റവും ആദ്യം ആ കാര്യത്തിന് മുൻപോട്ട് പോയത് നാഗപ്പള്ളി കനകാശി വിനോദമാണ്. അതിൻ്റെ പണി നവീനമായി വരുന്നതാണ്.
കാര്യങ്ങളിൽ ആയിട്ടുണ്ട്. നമ്മുടെ പ്രിയപ്പെട്ട MLA ആ കാര്യത്തിൽ ഒരുപാട് താല്പര്യം എടുത്തുകൊണ്ട് അദ്ദേഹം വളരെ മുൻപോട്ട് പോകാൻ അദ്ദേഹം MP എടുത്തു എന്നുള്ളതുകൊണ്ടാണ് വളരെ വേഗം ആ കാര്യത്തിൽ വലിയ ലക്ഷ്യപ്രാപ്തിയിലേക്ക് എത്താൻ നമുക്ക് ആഗ്രഹിക്കുന്നത്. ഉദ്ഘാടന സമ്മേളനത്തിൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് ജോസഫ് ഫിലിപ്പ് അധ്യക്ഷനായിരുന്നു. വികസന ബാങ്ക് രൂപം കൊടുത്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ കുരിശുമൂടിൻ്റെ പരിസര പ്രദേശങ്ങളിൽ 5 മെഗാ ക്ലീനിങ് പരിപാടികൾ ഒട്ടേറെ കാലങ്ങളായി കുമിഞ്ഞുകൂടിയിരുന്ന മാലിന്യങ്ങളെല്ലാം നീക്കം ചെയ്ത് ഈ കുരിശുമൂടിനെയും പരിസര പ്രദേശത്തെയും വൃത്തിയുള്ള ഒരു പ്രദേശമാക്കി മാറ്റുവാൻ വേണ്ടി ശ്രമങ്ങൾ ആരംഭിച്ചു. കേന്ദ്ര ബാങ്ക് മുൻകൈയെടുത്തു. ആ പരിപാടി വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്തും ചങ്ങനാശ്ശേരി മുനിസിപ്പാലിറ്റിയും ഈ പ്രദേശത്തെ വ്യാപാര സംഘടനകളുമെല്ലാം കൈകോർത്ത് പിടിച്ച് ഈ പരിപാടിയെ വിജയകരമാക്കാനായിട്ട് പരിശ്രമിച്ചിട്ടുണ്ട്. അഡ്വക്കേറ്റ് ജോ മൈക്കിൾ MLA മുഖ്യപ്രഭാഷണം നടത്തി. വാഴപ്പള്ളി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് മിനി വിജയകുമാർ, മുനിസിപ്പൽ വൈസ് ചെയർമാൻ മാത്യൂസ് ജോർജ്, കൗൺസിലർ ഷൈനി ഷാജി, ജോസഫ് ആന്റണി, സെബാസ്റ്റ്യൻ ആന്റണി തുടങ്ങിയവർ സംസാരിച്ചു. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് നെൽ കർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ കർഷകർ സെക്രട്ടേറിയറ്റ് പടിക്കൽ സമരത്തിനൊരുങ്ങുന്നു. കേരളത്തിലെ 2.5 ലക്ഷത്തോളം വരുന്ന നെൽ കർഷകരെ അണിനിരത്തി ഫെബ്രുവരി 14-ന് സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ്ണ നടത്താൻ കഴിഞ്ഞ ദിവസം ചേർന്ന യോഗത്തിൽ തീരുമാനം. സംസ്ഥാന സർക്കാർ സ്വീകരിച്ചു വരുന്ന നെൽകർഷക വിരുദ്ധ നിലപാടുകൾ തിരുത്തുക, PRS തുക വിതരണം ചെയ്യുന്നതിലെ കെടുകാര്യസ്ഥത അവസാനിപ്പിക്കുക, 2023-24 വർഷത്തെ ബജറ്റിൽ നെല്ല് സംഭരണത്തിനായി റിവോൾവിംഗ് ഫണ്ട് വകയിരുത്തുക, കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ പ്രഖ്യാപിച്ച നെൽവിലയായ 31 രൂപ 35 പൈസ നൽകുക തുടങ്ങി വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് കർഷകർ സമരത്തിനൊരുങ്ങുന്നത്. ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിൽ പ്രവർത്തിച്ചു വരുന്ന നെൽകർഷക സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ പാലക്കാട്, തൃശൂർ, വയനാട് എന്നിവിടങ്ങളിലെ കർഷക സംഘടനകളെ കൂടി ഏകോപിപ്പിച്ചുകൊണ്ടാണ് സമരപരിപാടി. ഫെബ്രുവരി 14 ബുധനാഴ്ച രാവിലെ 10 മുതൽ സെക്രട്ടേറിയറ്റ് പടിക്കൽ പ്രതിഷേധ ധർണ്ണ നടത്താൻ മങ്കൊമ്പിൽ ചേർന്ന NKSS സ്റ്റിയറിംഗ് കമ്മിറ്റി യോഗത്തിൽ തീരുമാനമായി. സമിതി രക്ഷാധികാരി VJ ലാലി യോഗം ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന പ്രസിഡന്റ് റജീന അഷ്റഫ് അധ്യക്ഷത വഹിച്ചു. NKSS വർക്കിംഗ് പ്രസിഡന്റ് PR സതീശൻ, ട്രഷറർ ജോൺ C ടിറ്റോ, ജനറൽ സെക്രട്ടറി സോണിച്ചൻ പുളിങ്ങുന്ന്, വൈസ് പ്രസിഡന്റുമാർ, സെക്രട്ടറിമാർ തുടങ്ങിയവർ പങ്കെടുത്തു. കൈനഗിരി തോട്ടുവാത്തല UBC ഫാൻസിന്റെ പ്രവർത്തനങ്ങൾ ശ്രദ്ധ നേടുന്നു. ഫാൻസ് അംഗങ്ങൾ തോട്ടുവാത്തല പാലത്തിന് സമീപം ഒരു വെയിറ്റിംഗ് ഷെഡ് നിർമ്മിച്ച് നാടിന് സമർപ്പിച്ചിരിക്കുകയാണ്. ബിരിയാണി ചലഞ്ച് നടത്തിയതിലൂടെ കിട്ടിയ തുകയും ഫാൻസ് അംഗങ്ങൾ പിരിവെടുത്ത് സമാഹരിച്ച തുകയും ചേർത്തായിരുന്നു വെയിറ്റിംഗ് ഷെഡിൻ്റെ നിർമ്മാണം. ഇതിൻ്റെ ഭാഗമായി ചേർന്ന സമ്മേളനം കൈനഗിരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് MC പ്രസാദ് ഉദ്ഘാടനം ചെയ്തു. സമ്മേളനത്തിൽ UBC ഫാൻസ് ചെയർമാൻ രജീഷ് കുമാർ അധ്യക്ഷനായിരുന്നു. കൈനഗിരി പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി അധ്യക്ഷനും UBC എക്സിക്യൂട്ടീവ് കമ്മിറ്റി അംഗവുമായ സന്തോഷ് പട്ടണം, ഗ്രാമപഞ്ചായത്ത് അംഗങ്ങൾ കൂടിയായ പ്രസീത മിനിൽകുമാർ, KA പ്രമോദ്, ലോനപ്പൻ, UBC ഫണ്ട്സ് രക്ഷാധികാരി BC കുരുടശ്ശേരി, UBC കൈനഗിരി പ്രസിഡന്റ് സുനിൽ പത്മനാഭൻ തുടങ്ങിയവർ സംസാരിച്ചു. UBC കൈനഗിരി ക്യാപ്റ്റൻ പത്മകുമാർ നാട മുറിച്ച് വെയിറ്റിംഗ് ഷെഡ് നാടിന് സമർപ്പിച്ചു. പുതുവത്സര ആഘോഷ പരിപാടികളും ഇതോടൊപ്പം സംഘടിപ്പിച്ചിരുന്നു. ആഘോഷങ്ങളുടെ ഭാഗമായി വിവിധ കലാപരിപാടികളും അരങ്ങേറി. ആലപ്പുഴ പുറക്കാട് SNM ഹയർ സെക്കൻഡറി സ്കൂളിലെ നാഷണൽ സർവീസ് സ്കീം സപ്തദിന സഹവാസ ക്യാമ്പ് സമന്വയം 2023 സമാപിച്ചു. ഡിസംബർ 26 മുതൽ ജനുവരി 1 വരെയാണ് ക്യാമ്പ് സംഘടിപ്പിച്ചത്. തിരുവമ്പാടി ഗവൺമെന്റ് UP സ്കൂളിൽ നടന്ന സമാപന സമ്മേളനം ജില്ലാ പഞ്ചായത്ത് വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ MV പ്രിയ ഉദ്ഘാടനം ചെയ്തു. ചടങ്ങിൽ സ്കൂൾ പ്രിൻസിപ്പാൾ EP സതീശൻ, സീനിയർ അധ്യാപകരായ അമ്പിളി S കൃഷ്ണൻ, ദീപ്തി റാണി, പ്രോഗ്രാം ഓഫീസർ S സിതാര, വോളണ്ടിയർ ലീഡർമാരായ പാർവതി, ദേവനന്ദ് തുടങ്ങിയവർ പങ്കെടുത്തു. എടത്തുവ സെന്റ് അലോഷ്യസ് കോളേജിന്റെയും കുട്ടനാട് ഇനിഷ്യേറ്റീവ് ഫോർ അഗ്രികൾച്ചറൽ ആൻഡ് ടൂറിസം എന്ന സംഘടനയുടെയും ആഭിമുഖ്യത്തിൽ ഏകദിന സിംപോസിയം സംഘടിപ്പിക്കുന്നു. കാലാവസ്ഥാ വ്യതിയാനവും പാരിസ്ഥിതിക പ്രശ്നങ്ങളും കുട്ടനാടിന്റെ കാർഷിക മേഖലയുടെയും പ്രാദേശിക ടൂറിസത്തിന്റെയും വെല്ലുവിളികൾ എന്നതാണ് വിഷയം. ജനുവരി 5 രാവിലെ 10 ചങ്ങനാശ്ശേരി അതിരൂപത സഹായമെത്രാൻ മാർ തോമസ് തറയിൽ സിംപോസിയം ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. കേരളത്തിൽ പ്രധാനമായിട്ടും ഗ്രാമങ്ങളോടനുബന്ധിച്ച് ഒരു ഫിനാൻഷ്യൽ സസ്റ്റൈനബിലിറ്റിയുടെ ഒരു പ്രോബ്ലം കൃത്യമായിട്ട് ഉയർന്നു വന്നിട്ടുണ്ട്.
നമ്മുടെ നാട്ടിലെ സാമ്പത്തിക സ്ഥിതി വളരെ പരിങ്ങലിലാണ്. പ്രത്യേകിച്ച് താഴേക്കിടയിലുള്ള ആളുകൾ, കൃഷിക്കാരായിട്ടുള്ള ആളുകൾക്ക് ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് നേരിടുന്ന ഒരു കാലഘട്ടമാണ്. അപ്പം കൃഷി ഉൽപ്പാദനത്തിൽ വളരെയധികം കുറവുകൾ വന്നിട്ടുണ്ട്. ഉൽപ്പാദിപ്പിക്കുന്ന ഉൽപ്പന്നങ്ങളുടെ മികവിൽ, ക്വാളിറ്റിയിൽ കുറവ് വന്നിട്ടുണ്ട്. അത് വിപണിയിലേക്ക് എത്തിക്കുന്നതിന് വലിയ കുറവുകൾ വന്നിട്ടുണ്ട്. അപ്പം കൃഷിയിൽ നിന്ന് പ്രത്യേകിച്ച് പുതിയ തലമുറ പൂർണ്ണമായിട്ടും തന്നെ അകന്നു പോകുന്നൊരു സാഹചര്യമുണ്ട്. പഴയ തലമുറ അതിൽ തന്നെ തുടരാനായിട്ടുള്ള വലിയൊരു ബുദ്ധിമുട്ടുമുണ്ട്. അപ്പോൾ അതിനെ ഒന്ന് ഈ ഒരു കമ്മ്യൂണിറ്റിയെ, കുട്ടനാട്ടിലെ ഈ പാടശേഖര സമിതികൾ, അതിൻ്റെ ഭാരവാഹികൾ, അതുപോലെ തന്നെ പരിസ്ഥിതി മേഖലയുമായിട്ട് പ്രവർത്തിക്കുന്ന വ്യക്തികൾ, സ്കൂള് കോളേജ് തലത്തിലെ വിദ്യാർത്ഥികൾ, പല ഓർഗനൈസേഷൻസിൽ നിന്നുള്ള വ്യക്തികളെല്ലാം കൂടി ചേർന്നിട്ടാണ് ഈ ഒരു പ്രോഗ്രാം സംഘടിപ്പിക്കുക. ആഗോള താപനം ജലചംക്രമണത്തിൽ വരുത്തുന്ന വ്യത്യാസങ്ങളും ജലസ്രോതസ്സുകളിലും കൃഷിയിടങ്ങളിലും ഇതിൻ്റെ സ്വാധീനവും എന്നതിനെക്കുറിച്ച് രാവിലെ 11-നും നദീതട പരിപാലനവും സാമൂഹിക ആസൂത്രണവും വഴി വെള്ളപ്പൊക്ക നിയന്ത്രണം എപ്രകാരം സാധ്യമാക്കാം, മീനച്ചിൽ നദീ സംരക്ഷണ പ്രവർത്തനങ്ങളും സിറ്റിസൺ റിപ്പോർട്ടിങ്ങും മോഡൽ അവതരണം എന്നതിനെക്കുറിച്ച് ഉച്ചകഴിഞ്ഞ് 1:30 മുതലും സംയോജിത ഗ്രാമീണ വിനോദസഞ്ചാരം കാർഷിക പ്രതിസന്ധിക്കുള്ള പ്രതിവിധി എന്ന വിഷയത്തിൽ ഉച്ചകഴിഞ്ഞ് 3 മുതലും വിദഗ്ധർ ക്ലാസ് നയിക്കും. കോളേജ് മാനേജർ ഫാദർ ഫിലിപ്പ് വൈക്കത്തുകാരൻ്റെ അധ്യക്ഷതയിലായിരിക്കും പരിപാടികൾ. കോളേജ് പ്രിൻസിപ്പൽ പ്രൊഫസർ ഡോക്ടർ ജി ഇന്ദുലാൽ, ബർസാർ ഫാദർ ടിജോമോൻ പി ഐസക്, പ്രോഗ്രാം കോർഡിനേറ്റർ ബാബു തോമസ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു. ആലപ്പുഴ രൂപതയുടെ മൈഗ്രെയിൻസ് കമ്മീഷന് കീഴിൽ ആലപ്പുഴ ഇന്റർനാഷണൽ മൈഗ്രെയിൻസ് എന്ന സംഘടന പ്രവർത്തനം ആരംഭിക്കുന്നു. സംഘടനയുടെ സ്ഥാപനവും നിയമാവലി പ്രകാശനവും പ്രവാസി സംഗമവും രൂപത അധ്യക്ഷൻ ബിഷപ്പ് ഡോക്ടർ ജെയിംസ് ആനാപ്പറമ്പിൽ ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. ഇപ്പോൾ ഞങ്ങൾ എത്തിച്ചേർന്നിട്ടുള്ളത് പുതിയ ഒരു സംരംഭത്തെക്കുറിച്ച് പറയാനാണ്. ആലപ്പുഴ രൂപതയുടെ കീഴിൽ ഒരു പ്രവാസി സമൂഹം സംഘടിത രൂപമായി വന്നിട്ടുണ്ട്. ഞങ്ങൾ അങ്ങനെ വന്നു ചേർന്നിട്ടുള്ള പ്രവാസികളുടെ ഒരു ഗെറ്റ് ടുഗെദർ, എല്ലാവരുടെയും ഒരു കൂടിവരവ് അറേഞ്ച് ചെയ്യുന്നുണ്ട്. അതോടൊപ്പം തന്നെ ഒരു സംഘടനയ്ക്ക് തന്നെ രൂപം കൊടുക്കുകയാണ്. ആലപ്പുഴ ഇന്റർനാഷണൽ മൈഗ്രൻസ് എന്നാണ് ആ സംഘടനയുടെ പേര്. എയിം എന്ന ചുരുക്കപ്പേരിൽ അറിയപ്പെടുന്ന ഒരു സംഘടന. അതിന് നിയമാവലിയും എല്ലാ കാര്യങ്ങളും റെഡിയായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ നിയമാവലി അവതരിപ്പിക്കുക, അതുപോലെ ഈ സംഘടനയുടെ ഉദ്ഘാടനം നടത്തുക തുടങ്ങിയ കാര്യങ്ങളെല്ലാം ഈ വരുന്ന 7-ാം തീയതി വൈകിട്ട് 3 മണിക്ക് ആലപ്പുഴ കർമ്മസദൻ പാസ്റ്ററൽ സെൻറ്ററിൽ വെച്ച് നടത്തുകയാണ്. ആ ഒരു പ്രോഗ്രാം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ ആലപ്പുഴ രൂപതയുടെ അധ്യക്ഷൻ അഭിവന്യ ജെയിംസ് ആനാപ്പറമ്പിൽ പിതാവാണ്. ജനുവരി 7-ന് ഉച്ചകഴിഞ്ഞ് 3-ന് ആലപ്പുഴ കർമ്മസദൻ പാസ്റ്ററൽ സെന്റർ ഓഡിറ്റോറിയത്തിലാണ് പരിപാടി. ആലപ്പുഴ രൂപതാ വികാരി ജനറൽ മോൺസിംഗർ ജോയി പുത്തൻ വീട്ടിൽ സംഘടന ഔദ്യോഗികമായി സ്ഥാപിച്ചതായി പ്രഖ്യാപിക്കും. പ്രവാസി കമ്മീഷൻ രൂപതാ ഡയറക്ടർ ഫാദർ തോമസ് ഷൈജു ചിറയിൽ നിയമാവലി പ്രകാശനം ചെയ്യും. അഡ്വക്കേറ്റ് AM ആരിഫ് MB മുഖ്യ പ്രഭാഷണവും രൂപതാ PRO ഫാദർ സേവ്യർ കുടിയാംശ്ശേരി അനുഗ്രഹ പ്രഭാഷണവും നടത്തും. പ്രവാസി റിട്ടേൺസ് പ്രസിഡന്റ് CP വിൻസെന്റ് പതാക പ്രകാശനവും മെമ്പർഷിപ്പ് വിതരണവും നടത്തും. ദിലീമ ജോജോ MLA, KRLCC മൈഗ്രന്റ് കമ്മീഷൻ സെക്രട്ടറി ഫാദർ ലിനു, പ്രവാസി റിട്ടേൺസ് പ്രതിനിധി ഡോക്ടർ KS മനോജ് തുടങ്ങിയവർ സംസാരിക്കും. വാർത്താ സമ്മേളനത്തിൽ ഫാദർ സേവ്യർ കുടിയാംശ്ശേരിൽ, ഫാദർ തോമസ് ഷൈജു ചിറയിൽ, ബീന ഔസേപ്പച്ചൻ, CP വിൻസെന്റ്, എഡിൻ സെബാസ്റ്റ്യൻ തുടങ്ങിയവർ പങ്കെടുത്തു. രാമങ്കരി കുങ്ഫു യോഗ സെന്ററിന്റെ 10ാമത് വാർഷികം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് R രാജേന്ദ്രകുമാർ ഉദ്ഘാടനം ചെയ്തു. കഴിഞ്ഞ ദിവസം നടന്ന പരിപാടിയോടനുബന്ധിച്ച് വിവിധ മത്സരങ്ങളിൽ പങ്കെടുത്ത് വിജയിച്ചവരെ ആദരിച്ചു. കുങ്ഫുവിന്റെ അടിസ്ഥാനം ശാരീരികം എന്നതോടൊപ്പം തന്നെ മാനസികവും കൂടെ. ശക്തമായ അച്ചടക്കം, നല്ല ആരോഗ്യം, ക്ഷമ, ഇതെല്ലാം കൈമുതലാക്കാൻ എന്ന് വെച്ചാൽ നമ്മുടെ ഉള്ളിൽ കുറേ അധികം ഉറങ്ങിക്കിടക്കുന്ന കഴിവുകളെ ഉത്തേജിപ്പിക്കാൻ കുങ്ഫുവിന് കഴിയും എന്നുള്ളതാണ് എൻ്റെ സത്യത. നമ്മുടെ ഉള്ളിൽ പുറമേ കാണുന്നതിലും പലർക്കും ഉറങ്ങിക്കിടക്കുന്നതായ കുറേ അധികം കഴിവുകളുണ്ട് എന്ന സത്യമാണ്. അതിനെയെല്ലാം ഉത്തേജിപ്പിച്ചെടുക്കാൻ ഈ കലയ്ക്ക് കഴിയും എന്നുള്ളതാണ് സത്യം. അതുകൊണ്ട് തന്നെ ഇത് ശരിയായി അഭ്യസിച്ച ആളുകൾ ആരോടും വഴക്കിന് പോയി കാണാൻ കഴിയുന്നില്ല എന്നുള്ളത് സത്യമാണ്. ഇത് കൃത്യമായി ശരിക്ക് ഇത് അഭ്യസിച്ച ആളുകൾ ആരോടും വഴക്കിന് പോകില്ല എന്നുള്ളതാണ് ഒരു സത്യം. കാരണം അവർ അടിസ്ഥാനപരമായി വഴക്കിന് പോകേണ്ടവരല്ല. അടിസ്ഥാനപരമായി ക്ഷമ ഉള്ള ആളുകളാകണം. അടിസ്ഥാനപരമായി അവരുടെ ആരോഗ്യം കൃത്യമായി പരിരക്ഷിച്ചു പോകുന്ന ആളുകളാണ്. അപ്പൊ അങ്ങനെ കൃത്യമായി ഇത് പഠിച്ചാൽ, ഇതെല്ലാവരും പഠിക്കണമെന്നുള്ളതാണ്. ഇത് പഠിച്ചാൽ
അച്ചടക്കമുള്ള ഒരു സമൂഹത്തെ നമുക്ക് വാർത്തെടുക്കാൻ പറ്റും. രാമങ്കരി സർവീസ് സഹകരണ സംഘം ഹാളിൽ നടന്ന വാർഷിക സമ്മേളനത്തിൽ ഡോക്ടർ സിജോ ആന്റണി അധ്യക്ഷനായി. കുംഫു യോഗ ഫെഡറേഷൻ കേരള ഗ്രാൻഡ് മാസ്റ്റർ VN വിജയൻ വിശിഷ്ടാതിഥിയായി പങ്കെടുത്തു. മത്സര വിജയികൾക്ക് രാമങ്കരി സർവീസ് സഹകരണ സംഘം പ്രസിഡന്റ് ജോസഫ് ചേക്കോടൻ മെമന്റോകൾ വിതരണം ചെയ്തു. KYFK കോട്ടയം ജില്ലാ സെക്രട്ടറി സുബിൻ B കൃഷ്ണൻ, ഇൻസ്ട്രക്ടർ നിമിൽ ചെറിയാൻ, ഡോജോ ഇൻചാർജ് അഞ്ജന സുഭാഷ് എന്നിവർ സംസാരിച്ചു. തുടർന്ന് അംഗങ്ങളുടെ കുംഫു യോഗ പ്രദർശനവും അരങ്ങേറി. മാന്നാർ കുട്ടമ്പേറു ശാന്തി നിവാസ് ചാരിറ്റബിൾ സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഇലഞ്ഞിമേൽ ഗാന്ധിഭവൻ ദേവാലയത്തിൽ സൗജന്യ മരുന്ന് വിതരണം നടത്തി. ഗാന്ധിഭവൻ ഡയറക്ടർ ഗംഗാധരൻ ശ്രീഗംഗയ്ക്ക് മരുന്നുകൾ നൽകി. ബ്ലോക്ക് പഞ്ചായത്ത് അംഗം രാജേഷ് ഗ്രാമം വിതരണ ഉദ്ഘാടനം നിർവഹിച്ചു. തീർച്ചയായും ഇത്തരത്തിലൊരു സംഭവം ഇവിടെ നടത്തി അതിൻ്റെ സംഘാടകരെ ഏറെ അഭിനന്ദിക്കാനായി ഞാൻ ഈ അവസരം ഉപയോഗിക്കാം. കാരണം ഇത്ര ചുരുങ്ങിയ സമയം കൊണ്ട് ഇത്ര ബൃഹത്തായ ഒരു രീതിയിലേക്ക് വളരാൻ സാധിച്ചു എന്നുള്ളത് തീർച്ചയായും നാട്ടുകാരുടെയും അതുപോലെ സുമനസ്സുകളുടെ സഹായം ഉണ്ടെങ്കിൽ അത് കോർഡിനേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ വലിയ കാര്യം തന്നെ. ആ കോർഡിനേറ്റ് ചെയ്യുന്നവരുടെ സമൂഹത്തിന് വിശ്വാസം ഉണ്ടെങ്കിൽ മാത്രമേ ഇത്തരത്തിൽ വളരാൻ സാധിക്കൂ. അപ്പോൾ കോർഡിനേറ്റ് ചെയ്യുന്നവരുടെ മനോഭാവവും അതോടൊപ്പം അവരോടുള്ള വിശ്വാസ്യതയുമാണ് ഇതിൻ്റെ വളർച്ച. ഇതോടനുബന്ധിച്ച് ചേർന്ന യോഗത്തിൽ ചാരിറ്റബിൾ സൊസൈറ്റി കൺവീനർ സതീഷ് ശാന്തി നിവാസ് അധ്യക്ഷനായിരുന്നു. ഗാന്ധിഭവൻ മാനേജർ ജയശ്രീ മോഹനൻ, ബോർഡ് അംഗം കല്ലാർ മദനൻ, സുഭാഷ് ബാബു, സലീം ചാപ്രായിൽ എന്നിവർ സംസാരിച്ചു. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റിയുടെ ആഭിമുഖ്യത്തിൽ ഏപ്രിൽ 25-26 തീയതികളിൽ ചമ്പക്കുളത്ത് വെച്ച് സംസ്ഥാനതല അമച്വർ നാടക മത്സരവും ജില്ലാതലത്തിൽ കൈകൊട്ടിക്കളി മത്സരവും LP UP വിഭാഗം കുട്ടികളുടെ ചിത്രരചനാ മത്സരവും നടത്തുന്നു. ഇത് സംബന്ധിച്ച ആലോചനായോഗം കഴിഞ്ഞ ദിവസം നടന്നു. മത്സരങ്ങളിൽ 1, 2, 3 സ്ഥാനങ്ങൾ നേടുന്നവർക്കും മികച്ച നടൻ, മികച്ച നടി, മികച്ച സംവിധായകൻ എന്നിവർക്കും ക്യാഷ് അവാർഡുകൾ നൽകും. കുട്ടനാട് ഫൈൻ ആർട്സ് സൊസൈറ്റി പ്രസിഡന്റ് അഗസ്റ്റിൻ ജോസിന്റെ അധ്യക്ഷതയിൽ ചേർന്ന യോഗത്തിൽ സെക്രട്ടറി KC രമേശ് കുമാർ പരിപാടികൾ വിശദീകരിച്ചു. ചമ്പക്കുളം ബേബി, NK രഘുനാഥ്, V വിത്തവാൻ, ശിവപ്രസാദ് കാവാലം, CV സുരേഷ്, സുനിൽ ദാസ് പുല്ലങ്ങടി, ശാലിനി തോട്ടപ്പള്ളി, വിജയകുമാർ തായങ്കരി, തിരുമേനി നെടുമുടി എന്നിവർ സംസാരിച്ചു. നാടക മത്സരം സംബന്ധിച്ചുള്ള വിവരങ്ങൾക്ക് 94 96 155 933 എന്ന നമ്പറിൽ ബന്ധപ്പെടാവുന്നതാണ്. മാന്നാർ പാവുക്കര കരയോഗം UP സ്കൂളിൽ പുതുവത്സരാഘോഷം നടന്നു. നാടൻപാട്ട് ഗവേഷകനും ഫോക്ലോർ അക്കാദമി അംഗവുമായ അഡ്വക്കേറ്റ് പ്രദീപ് പാണ്ടനാട് കേക്ക് മുറിച്ച് പരിപാടി ഉദ്ഘാടനം ചെയ്തു. സ്കൂൾ ലീഡർ കുമാരി ഇഷിത കൃഷ്ണ സ്വാഗതം പറഞ്ഞു. നാടൻ പാട്ടുകളും കുട്ടികളുടെ വ്യക്തി വികസനത്തിനുതകുന്ന വിധത്തിലുള്ള നാടൻ കളികളും വിഭവസമൃദ്ധമായ ഭക്ഷണവും വിളമ്പിയാണ് സ്കൂളിൽ പുതുവർഷത്തെ വരവേറ്റത്. സ്കൂൾ മാനേജ്മെന്റും അധ്യാപകരും കുട്ടികളും രക്ഷാകർത്താക്കളും പരിപാടിയിൽ പങ്കെടുത്തു. പുളങ്ങുന്ന ചതുർത്ഥ്യാഗരി ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ നടന്ന അയ്യപ്പ സഹസ്രനാമ ലക്ഷാർച്ചന ഭക്തിസാന്ദ്രമായി. ബുധനാഴ്ച നടന്ന ലക്ഷാർച്ചനയിലും വിശേഷാൽ പൂജകളിലും പങ്കെടുക്കാൻ നിരവധി ഭക്തരാണ് എത്തിച്ചേർന്നത്. ആണ്ടുതോറും നടത്തിവരാറുള്ള മണ്ഡല മകരവിളക്ക് മഹോത്സവത്തോടനുബന്ധിച്ചാണ് ശ്രീ അയ്യപ്പ സഹസ്രനാമ ലക്ഷാർച്ചന നടന്നത്. പുലർച്ചെ നിർമ്മാല്യ ദർശനത്തിന് ശേഷം മഹാഗണപതി ഹോമത്തോടെ ചടങ്ങുകൾ ആരംഭിച്ചു. കലശപൂജയ്ക്കും കലശാഭിഷേകത്തിനും തന്ത്രി മുഖ്യൻ പുതുമന ബ്രഹ്മശ്രീ ദാമോദരൻ നമ്പൂതിരി മുഖ്യ കാർമ്മികനായി. ഉച്ചയ്ക്ക് 1 മഹാപ്രസാദമൂട്ട് നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷമായിരുന്നു ശ്രീകൃഷ്ണ ഭഗവാന് മഞ്ഞളഭിഷേകം, ദേവിക്ക് കുങ്കുമാഭിഷേകം, ധർമ്മശാസ്താവിന് ഭസ്മാഭിഷേകം എന്നീ വിശേഷാൽ ചടങ്ങുകൾ. ക്ഷേത്രഭരണസമിതി പ്രസിഡന്റ് B മോഹൻദാസ് കളത്തിൽ വീട്, ട്രഷറർ പരമേശ്വരൻ നായർ ഇടക്കുന്ന്, സെക്രട്ടറി സുരേഷ് കുമാർ മുരിക്കുവേലിൽ എന്നിവർ നേതൃത്വം നൽകി.
ആലപ്പുഴ, കോട്ടയം, പത്തനംതിട്ട ജില്ലകളിലെ വാർത്തകൾക്കും ലൈവ് പ്രോഗ്രാമുകൾക്കുമായി മാന്യ പ്രേക്ഷകർ കുട്ടനാട് കേബിൾ വിഷൻ എന്ന ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി ഇന്നത്തെ സ്വർണ്ണവില. ഇന്നത്തെ സ്വർണ്ണവില നിങ്ങൾക്കായി സമർപ്പിക്കുന്നു സ്വപ്ന ജ്വല്ലറി. അഴകേറും സ്വപ്നങ്ങൾക്ക് നിറവേകും സ്വപ്ന ജ്വല്ലറി, ചങ്ങനാശ്ശേരി. സ്വർണം ഗ്രാമിന് 5840 രൂപ, പവന് 46,720 രൂപ. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.